പ്രത്യഷ് മാധവ്. ആളും പേരും തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോ. അളയനൊരു അബദ്ധം പറ്റിയതാ. വളരുമ്പോ ഈ കോലത്തിലാവുമെന്ന് വിചാരിച്ചില്ല. ഈ സംഖ്യാശാസ്ത്രം നോക്കി പേരൊന്ന് മാറ്റാൻ പറ്റുമോ? അതിന് ഇത്തിരി സംഖ്യ ചെലവാവും. 5000. ഈ പേര് തന്നെ മതി. കല്യാണം അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലേ? ഒരു തടസ്സം. അയ്യോ, പൂജാമുറി. ഇവിടെ ഇരുന്ന് ഇങ്ങനെ തെറി പറയരുത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ബാക്കിയുള്ളവർ രസിക്കുക. ഞാൻ അവരെ തേടി പിടിച്ച് കൊട്ടേഷൻ കൊടുത്തോളാം. അതെ, ഞാൻ ഈ ഗൂഗിൾ നോക്കിയല്ല കാര്യങ്ങൾ പറയുന്നത്, ഈ പഞ്ചാംഗം നോക്കിയ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ചേട്ടാ, ഞാൻ പറയാം. ഇവനിപ്പോ ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവിടെ എത്തിച്ചേരാൻ പറ്റിയ ഒരു നല്ല സമയം സ്വാമി പറഞ്ഞു തരണം. പകല് പോയാ മതി. ഇയാൾ എന്തോന്ന് വർത്താനോട് പറഞ്ഞത്? ആരെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ പിന്നെ രാത്രി കയറി പോകും? നിന്റെ പരിചയക്കാരെന്ന് പറഞ്ഞാൽ എവിടെ കയറി വന്നത്? ഇയാൾക്ക് ഒന്നും പറഞ്ഞോ, ഒരു കോപ്പം പറഞ്ഞോ, വെറുതെ പുസ്തകം വെച്ച് വെറുതെ ഇരിക്കുന്നത്. ചുമ്മാ വെറുതെ. ഇന്നേക്ക് 3-ാം ദിവസം പോയിക്കോ, എല്ലാം ശരിയാവും. പോടാ. ദക്ഷിണ ആഫ്രിക്കയിൽ, ഇത് ഇന്ത്യ. ദക്ഷിണ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. മാമ അപ്പൊ കല്യാണം നടക്കൂല്ലേ? നടക്കൂല, എഴയും. നീ വാ. ഇതിനിപ്പോ അവര് സമ്മതിക്കൂ? മോനെ പൃഥ്വി, നമുക്കൊരു പട്ടിയെ മേടിച്ച് കെട്ടണം. നാട്ടിൽ ഒരുപാട് കള്ളന്മാരിറങ്ങിയിട്ടുണ്ട്. നമ്മളെ തന്നെ. നമ്മളെ ആയിരിക്കില്ല, വേറെ കള്ളന്മാരെ. അയ്യോ, ഇതാര്? കുന്നന്തോടിന്റെ മഹാരാജാവു. വരണം മഹാരാജാവ്, ഇരിക്കണം. എന്താണാവോ ആഗമനോദ്ദേശം? പിരിവാണെങ്കിൽ OMKV എന്ന് വെച്ചാ വാർഡ് മെമ്പറെ കണ്ടം വഴിയെന്ന്. ഇതാര്? ഹംസോ? ദൂതുമായിട്ടുള്ള വരവായിരിക്കും. ഒഴിഞ്ഞാട്ടെ. 2 ദിവസത്തിനകം ഈ വീടും പുരയിടും നോക്കാൻ ഒരു പാർട്ടി വരും. മാധവേട്ടൻ ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അപ്പൊ മോളുടെ ദൂതുമായിട്ടുള്ള വരവാണ്. കുടിയിറക്കാണ് ഉദ്ദേശം. ഞാൻ എവിടെ പോവും രാജാ? തെക്കേ പറമ്പിലേക്കൊരു വഴി അതെങ്കിലും ഒന്ന് ശരിയാക്കിത്താ. അതിന് ആ നാറി ലൂയിസും നിങ്ങളും നാട്ടുകാരും സമ്മതിക്കുന്നില്ലല്ലോ. ഇത് അതൊന്നും അല്ലളിയാ. ഇവിടെ മെഡിക്കൽ കോളേജ് വന്ന കോടികളല്ലേ. ഒരു മുഴ മുന്നിൽ എറിഞ്ഞു നോക്കിയതാ. ആ പന്ന മോനോട് പറഞ്ഞതാ, അവന്റെ അച്ഛൻ വിചാരിച്ചാൽ ഞങ്ങൾ ഇവിടെ ഇറക്കി വിടാൻ പറ്റൂലെന്ന്. ഇതെന്ത് ന്യായം? ഈ വീടും പുരയിടും കൊടുക്കാന്ന് പറഞ്ഞല്ലേ മായ കെട്ടിച്ചു വിട്ടത്? അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളില്ലേ? സെന്റിന് 1.5 ലക്ഷം ആണെങ്കിൽ തെക്കേകളൊക്കെ ആളുണ്ട്. അമ്മയുടെ നെഞ്ച താട്ടുകല്ല് വെച്ച് എനിക്ക് അരിയാട്ടണ്ട. ഈ കുന്നന്തോടിനൊരു ചരിത്രമുണ്ട്. ഒരു കാലത്ത് ഈ ദേശത്തെ മുഴുവൻ ഊട്ടിയിരുന്നത് ഇവിടത്തെ നെല്ല. അതാ മോൻ മെഡിക്കൽ കോളേജിന്റെ അണ്ണാക്കി തിരികിയത്. ഇതിനൊക്കെ അനുഭവിക്കുമ്പം പറയാ, എഴുതി വെച്ചോ. കുറച്ചു നാളും കൂടി അവളോടൊന്ന് ക്ഷമിക്കാൻ പറ. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ? അതെ, എന്റെ ചെറുക്കന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവന് കല്യാണോ? എന്റെ കല്യാണം ഒന്ന് കേട്ടിട്ടില്ലേ? സിനിമാ നടികളുടെ പെണ്ണിനെ പോലും കേട്ടും. അന്ന് ഞണ്ണാ വന്നേക്ക്. ഞാൻ ഉറപ്പായിട്ടും വരും. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മെമ്പർ ഇപ്പൊ പോ, നമുക്ക് വഴിയുണ്ടാക്കാം. വഴിയുണ്ടാവും. ഇടവപ്പാതി ഒന്ന് കഴിയട്ടെ.